പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി പ്രധാനമായും ദേശീയ മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങളുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഇലക്ടറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി എടുക്കുന്ന നിലപാടുകൾ കേന്ദ്രത്തിൽ 10 വർഷത്തിനടുത്ത് അധികാരത്തിലിരിക്കുന്ന മോഡി സർക്കാരിനെ ഏതു തരത്തിൽ ബാധിക്കും എന്നുള്ള ചർച്ചയാണ് വളരെ വ്യാപകമായി ദേശീയ തലത്തിലും ഭാഗികമായി സംസ്ഥാന തലത്തിലും നടക്കുന്നത്. ഭാഗികമായി സംസ്ഥാന തലത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് സംബന്ധിച്ച് നമ്മളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ ആ ചർച്ച വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി എടുക്കുന്ന നിലപാടിൽ തനിക്കുള്ള അസ്വസ്ഥത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ഇതിനകം തന്നെ പരസ്യപ്പെടുത്തി കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന ആ ഒരു വിഷയം ആദ്യം അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കാൻ തുടങ്ങിയത് അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്ന അന്തരിച്ച മുൻ ധനകാര്യ മന്ത്രിയുടെ കാലഘട്ടത്തിലാണ്. അതായത് കോർപ്പറേറ്റുകൾ വലിയ കുത്തകകൾ വൈറ്റ് മണിയായി, വെള്ളപ്പണമായി കേന്ദ്ര ഗവൺമെൻറ്റിന് പണം കൊടുക്കുന്നുവെന്നും ആ പണം കൊടുക്കുന്ന കുത്തകകൾ ആരാണെന്നുള്ള വിവരം പുറത്തു വരാതെ സൂക്ഷിക്കപ്പെടുമെന്നുള്ളതുമായിരുന്നു ആ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു അടിസ്ഥാന ഫിലോസഫി, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം അതായിരുന്നു. അത് കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം നിരോധിക്കണമെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജികളിന്മേൽ സുപ്രീം കോടതി ഈ ഫെബ്രുവരി ആദ്യ വാരമോ രണ്ടാമത്തെ വാരമാണെന്ന് തോന്നുന്നു ഒരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയെ തുടർന്ന് സുപ്രീം കോടതി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളാണ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ മുൻനിരയിൽ നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന BJPയുടെ സ്ഥിതി പെട്ടെന്ന് ദുർബലമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ പ്ലാങ്ക് എന്ന് പറയുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടമായിരുന്നല്ലോ. അഴിമതിക്കെതിരായിട്ട് ഞങ്ങൾ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായി പ്രതിപക്ഷത്തുള്ള ഒട്ടേറെ പേരെ ഞങ്ങൾ അഴിമതി കേസുകളിൽ അകത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരുന്നല്ലോ അവർ പ്രധാനമായി പറഞ്ഞുകൊണ്ടിരുന്ന വാദഗതി. ആ വാദഗതി പറഞ്ഞിരുന്ന BJP തന്നെ കളങ്കിതമാണോ എന്ന് തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് മാറിയിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം മോദി സർക്കാരിൻ്റെ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ മോദി സർക്കാരിൻ്റെ പിടലിക്ക് പിടിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്നാണ്. മോദി സർക്കാരിൻ്റെ പിടലിക്ക് പിടിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്നും ഈ പിടുത്തം മോദി സർക്കാരിൻ്റെ അന്ത്യത്തിൽ കലാശിക്കുമോ എന്നുമുള്ളതാണ്. അതാണ് എൻ്റെ ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. സുഹൃത്തുക്കളെ, നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് BJP ഗവൺമെൻറ് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുർബലപ്പെടുത്താൻ നോക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേന്ദ്ര ഗവൺമെൻറ്റിലുള്ള അമിതാധികാരത്തിനെതിരായി സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നു. ആ വിധി റദ്ദാക്കിക്കൊണ്ട് പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മേൽ ഭരണകൂടത്തിനുള്ള സ്വാധീനം നിലനിർത്തുകയും ചെയ്തത് നമ്മൾ കണ്ടു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അത്തരത്തിൽ ഒട്ടേറെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരമായി കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മോദി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന ഭരണകൂടത്തിന് എതിരായിട്ടുള്ള വിധി പ്രഖ്യാപിച്ച ഒരു ന്യായാധിപനാണ് ജസ്റ്റിസ് KM ജോസഫ് എന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതിയുടെ കൊളീജിയം KM ജോസഫ് എന്ന് പറഞ്ഞ ന്യായാധിപനെ സുപ്രീം കോടതിയിൽ ജഡ്ജിയാക്കണമെന്ന് പറഞ്ഞ്
1.5-2 വർഷത്തോളം ആ തീരുമാനം നീട്ടിവെച്ചതിന് ശേഷമാണ് KM ജോസഫിനെ പിന്നെ സുപ്രീം കോടതിയിൽ ജഡ്ജിയാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് അനുവാദം നൽകിയത്. അത് KM ജോസഫിൻ്റെ കാര്യം. അതുപോലെ പല 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 ഉദാഹരണങ്ങൾ. ഇപ്പോൾ M മുരളീധർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. അദ്ദേഹം BJPക്ക് എതിരാവുന്ന ചില വിധികൾ പ്രഖ്യാപിച്ചതിൻ്റെയൊക്കെ ഭാഗമായി, ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിധികളൊക്കെ പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ ജഡ്ജിയാകാനുള്ള അവസരം ലഭിച്ചില്ല. അദ്ദേഹത്തിനെയും കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിനെ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് അവസാന കാലത്ത് ഒരുപാട് സ്ഥലം മാറ്റങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് പീഡിപ്പിക്കുക, അദ്ദേഹം അവസാനം റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തു. അതുപോലെ തന്നെ ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന അഖിൽ ഖുറേഷി, അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ ന്യായാധിപനായി ന്യായമായും കിട്ടേണ്ടതായിരുന്നു. കാരണം അന്നുണ്ടായിരുന്ന ഹൈക്കോടതിയിലെ ഏറ്റവും സെക്കൻഡ് സീനിയർ, ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ സെക്കൻഡ് സീനിയർ ജഡ്ജായിരുന്നു അഖിൽ ഖുറേഷി. അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിയമനം ലഭിക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിനെ കൊളീജിയം ശുപാർശ ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തെയും ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ നിയമിച്ചില്ല. എന്നാൽ BJPയോടൊപ്പം നിൽക്കുന്ന ജഡ്ജിമാരെ വലിയ സ്ഥാനം കൊടുത്ത് ആദരിക്കുന്നതിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ആ ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്തൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി നിലപാടെടുത്തതിനെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് കൊണ്ടുവന്നു. ആദ്യ അനുഭവമാണത്. അതുപോലെ തന്നെ അരുൺ മിശ്ര എന്ന് പറഞ്ഞൊരു ന്യായാധിപനുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ അരുൺ മിശ്രയെ അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്തതിനെ തുടർന്ന് അദ്ദേഹത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനാക്കി. അപ്പോൾ അത്തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുന്നവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുകയും തങ്ങൾക്കെതിരായി വിധി പ്രഖ്യാപിക്കുന്നവരെ അവർക്ക് സുപ്രീം കോടതിയിൽ ന്യായാധിപനാവാനുള്ള അവസരം നിഷേധിക്കുകയും ചെയ്യുന്ന സമീപനം കഴിഞ്ഞ കുറച്ചു കാലമായി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരാക്കണമെന്ന് സുപ്രീം കോടതി കൊളീജിയം നിർദ്ദേശിക്കുന്ന ജഡ്ജിമാരെ സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇനോർഡിനേറ്റ് ആയിട്ടുള്ള ഡിലേ എന്നുവെച്ചാൽ അനന്തമായ കാലതാമസമാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനെതിരെ ഒരു 1/2 ഡസൻ തവണയെങ്കിലും സുപ്രീം കോടതി ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും മോഡി സർക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള സുപ്രീം കോടതിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം മോഡി ഗവൺമെൻറ്റിൻ്റെ പിടലിക്ക് പിടിക്കാനുള്ള സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ശ്രമം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന ഈ സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ഒരു ഇടക്കാല വിധിയിലൂടെ പ്രഖ്യാപിച്ചു. യഥാർത്ഥത്തിൽ ആ വിഷയം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. കാരണം ഇലക്ടറൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു, അവിടെ തീരേണ്ടതായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് അവിടെ അവസാനിപ്പിച്ചിട്ടില്ല. സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ച് അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അത് വളരെ പ്രസക്തമാണെന്ന് കാണാൻ നമുക്ക് കഴിയണം. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? ഇത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിശദാംശങ്ങളും, ഏത് കോർപ്പറേറ്റാണ് വാങ്ങിയത്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൊടുത്തത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും 3 ആഴ്ചയ്ക്കുള്ളിൽ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണമെന്നും ആ ഇലക്ഷൻ കമ്മീഷൻ അത് ലഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. അവർ നിരോധിച്ചെടുത്ത് നിന്നില്ല, അവർ വീണ്ടും മുന്നിലേക്ക് പോയി. ഇത് BJPയെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കാരണം എന്താ? ഏതാണ്ട് 22,000-ഓളം ബോണ്ട് മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ചത് BJP സർക്കാരിനാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നത് SBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കിൽ നിന്നാണ്. പൊതുജനങ്ങളുടെ ലക്ഷക്കണക്കിന് കോടി രൂപ നിക്ഷേപമായിട്ടുള്ള SBIയിൽ നിന്നാണ് ഈ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത്. SBI എന്ന് പറഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും അതൊരു പൊതുമേഖലാ ബാങ്കാണ്. പൊതുജനങ്ങളുടെ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് അവിടെ നിക്ഷേപമായിട്ടുള്ളത്. ആ SBIയെയാണ്
BJP അവരുടെ ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ മുഴുവൻ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത്. ആ SBIയോടാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ മുഴുവൻ 3 ആഴ്ച കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരാഴ്ച കഴിയുമ്പോൾ അത് വെബ്സൈറ്റിൽ ഇടണം എന്നും പറഞ്ഞത്. എന്നാൽ ഗവൺമെൻറ് എന്താ ചെയ്തത്? SBI എന്താ ചെയ്തത്? SBI വീണ്ടും ഒരു സത്യവാങ്മൂലമായി കോടതിയിൽ വന്നു. എന്നിട്ട് കോടതിയോട് എന്താ പറഞ്ഞത്? ഇത് കളക്ട് ചെയ്യാനൊക്കെയുള്ള സമയവും കാര്യങ്ങളും മാച്ച് ചെയ്യാനൊക്കെ ഉള്ള സമയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അത് ജൂൺ 30 ഞങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള നിലപാടുമായി SBI സുപ്രീം കോടതിയിൽ. അത് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചു. സുപ്രീം കോടതിയിൽ ഈ കേസ് കേൾക്കുന്ന ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അതിൽ വളരെ അസ്വസ്ഥരായി. ആ ബെഞ്ച് ചോദിച്ചു, 26 ദിവസം SBI എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചു. എന്ന് മാത്രമല്ല, അവരെ കൂടുതൽ ചൊടിപ്പിച്ചത് SBIയുടെ ഒരു താരതമ്യേന ഒരു കീഴുദ്യോഗസ്ഥനാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യവാങ്മൂലമായി വന്നിട്ടുള്ളത്, കോടതിയിൽ ചെന്നത്. അതിനെയും കോടതി രൂക്ഷമായി വിമർശിച്ചു. SBIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് അഫിഡവിറ്റുമായിട്ട് വരേണ്ടത് എന്ന് പറഞ്ഞു. അവസാനം വീണ്ടും സുപ്രീം കോടതി രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ വീണ്ടും ഈ ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പരസ്യപ്പെടുത്തുന്നതിൽ SBI വിമുഖത കാണിച്ചു. ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാങ്കേതികമായിട്ടുള്ള ഇതിൻ്റെ എന്തോ ഒരു കോഡുണ്ട്, അത് പുറത്തു കൊണ്ടുവരാൻ കഴിയില്ല എന്നൊക്കെയുള്ള ഈ പറഞ്ഞ പോലെ തൊടി ന്യായങ്ങളുമായി SBI വീണ്ടും വന്നപ്പോൾ സുപ്രീം കോടതി ശക്തമായ നിലപാടെടുത്തിട്ട് പറഞ്ഞു, ഈ വിശദാംശങ്ങൾ കൃത്യമായി SBI ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. ആരൊക്കെയാണ് വാങ്ങിയത്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇത് കൊടുത്തത് എന്നുള്ള മുഴുവൻ വിവരങ്ങളും SBI സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കൊടുത്തുകൊള്ളണമെന്നും സെലക്റ്റീവായിട്ടുള്ള വിവരങ്ങൾ മാത്രം പുറത്തുവിടരുതെന്നും മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്നും SBIയുടെ പ്രമുഖരായിട്ടുള്ള അഭിഭാഷകരോട് സുപ്രീം കോടതി പറയുന്നത് നമ്മൾ കേട്ടു. സുഹൃത്തുക്കളെ, SBIയെ തങ്ങൾക്ക് അനുകൂലമായ ഉപകരണമാക്കി മാറ്റാൻ വേണ്ടി SBIയുടെ അഭിഭാഷകരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നാരാന്നറിയോ? മുകുൾ റോത്തഗി, ഹരീഷ് സാൽവെ പോലെ കോടികൾ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന, വക്കീൽ ഫീസായി വാങ്ങിക്കുന്ന അഭിഭാഷകരെയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആലോചിച്ച് നോക്കൂ. SBI എന്ന് പറഞ്ഞാൽ പൊതുമേഖലാ ബാങ്കാണ്. ആ പൊതുമേഖലാ ബാങ്കുകളിലെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെയാണ്. ആ SBIയെ തങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ളൊരു കണ്ടിന്യൂയിറ്റായി, തങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ള, തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാനുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുക, എന്നിട്ട് തങ്ങൾക്ക് പണം ലഭിക്കുന്നതിനുള്ള ഉപകരണമാക്കി SBI ഉപയോഗിച്ചതിന് ശേഷം തങ്ങൾക്ക് ലാഭമുണ്ടാക്കാനുള്ള ഉപകരണമാക്കി ഉപയോഗിച്ച് SBIക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ട് വലിയ കോടീശ്വരന്മാരായിട്ടുള്ള അഭിഭാഷകരെ കൊണ്ടുവരിക, ആ കോടീശ്വരന്മാരായിട്ടുള്ള അഭിഭാഷകർക്ക് ഖജനാവിൽ നിന്ന് പണം കൊടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക്. പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബ്ലേറ്റൻ്റായിട്ട് ശ്രമം നടത്തുക. പക്ഷേ ആ ശ്രമത്തെ സുപ്രീം കോടതി അതിശക്തമായി എതിർക്കുകയും സമയബന്ധിതമായി ഈ വിവരങ്ങൾ മുഴുവൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ആരാണ് തന്നത്, ആർക്കാണ് കൊടുത്തത് എന്നുള്ള വിവരങ്ങൾ മുഴുവൻ സമയബന്ധിതമായി പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇത് ശരിക്ക് BJPയുടെ BJP സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽ ആക്കുന്നൊരു വിഷയമല്ലേ സുഹൃത്തുക്കളെ? നമ്മളത് ആലോചിച്ച് നോക്കുക. 6-7 വർഷമായി മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ വാദം എന്തായിരുന്നു? അഴിമതിക്കെതിരായി കുരിശുദ്ധം നടത്തുന്നവരാണ് ഞങ്ങൾ, അഴിമതി ചെയ്ത നേതാക്കന്മാരെ മുഴുവൻ ഞങ്ങൾ പിടിച്ച് ജയിലിലിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന BJP എന്താ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്? ഉടുതുണിയില്ലാതെ വിവസ്ത്രരായി നിൽക്കുകയല്ലേ അവർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനി, സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണ് ആ കമ്പനി. ആ കമ്പനിയുടെ ഏതാണ്ട് 460 കോടി രൂപയുടെ സ്വത്ത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കണ്ടുകെത്തി. PMLAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി 460 കോടി രൂപയുടെ സ്വത്ത് ഈ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയുടേത് കേന്ദ്ര ഗവൺമെൻറ് കണ്ടുകെട്ടി. ആ കണ്ടുകെട്ടി എനിക്കൊന്ന് 2022 എൻ്റെ ഓർമ്മ. അത് കണ്ടുകെട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനി 1363 കോടി രൂപയുടെ ഇലക്ടറൽ ബോണ്ട് എടുത്തത്.
ആ ബോണ്ട് എടുത്തതിനെ തുടർന്ന് സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ED റെയ്ഡ് അവസാനിക്കുകയാണ്. അതൊന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം വേറൊരു കമ്പനി. ആ കമ്പനിയുടെ 2-3 വർഷം മുമ്പത്തെ ഒരു വർഷത്തെ വിറ്റുവരവ് 464 കോടി രൂപയായിരുന്നു. 464 കോടി രൂപയുടെ വിറ്റുവരവുള്ള കമ്പനി 30, 40, 50 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്താൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ കമ്പനി 464 കോടി രൂപയുടെ വിറ്റുവരവുള്ള കമ്പനി 460 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് സുഹൃത്തുക്കളെ എടുത്തത്. ഒന്നാലോചിച്ച് നോക്കുങ്ങൾ. അതുപോലെ തന്നെ ഇപ്പോൾ കണക്ക് വന്ന ഏതാണ്ട് 30 കമ്പനികളിൽ 14 കമ്പനികളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം നേരിടുന്ന കമ്പനികളാണ്. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്? കമ്പനികളിൽ വലിയ വലിയ കുത്തക കമ്പനികളിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡ് നടക്കും. ആ റെയ്ഡുകൾ നടന്നാൽ ഉടനെ തന്നെ ആ കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് എടുക്കും. ആ ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതായിരിക്കും ആ ഇലക്ട്രൽ ബോണ്ട്. ആ ED അന്വേഷണം നടക്കുന്ന കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് എടുത്താൽ ഉടനെ തന്നെ ED അന്വേഷണം നിലയ്ക്കും, ED അന്വേഷണം അവസാനിക്കും. ഇതാണ് ഇപ്പം നടന്നിട്ടുള്ളത്. അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ ഗുണ്ടകൾ വന്ന് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൊണ്ടുപോകുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയല്ലേ ഈ മോഡി സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത്? എക്സ്റ്റോർഷൻ, പിടിച്ചുപറി, എക്സ്റ്റോർഷനിസ്റ്റ് ആയിട്ടുള്ള പ്രവർത്തനമല്ലേ അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP നടത്തിക്കൊണ്ടിരുന്നത് ഈ പച്ചയായ പിടിച്ചുപറിയായിരുന്നുവെന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന ഈ സംഭവങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ പുറത്തു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള ശ്രമമാണ്. കാരണം ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുന്നതിൽ അവസാനിക്കാതെ ഇലക്ട്രൽ ബോണ്ട് ആരൊക്കെയാണ് എടുത്തത്, ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് എടുത്തതെന്നുള്ള വിഷയങ്ങളെല്ലാം പുറത്തു വരുന്നതിന് സുപ്രീം കോടതിയുടെ ഈ നിലപാടുകൾ സഹായകരമായിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്താ? ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കിട്ടിയ കാശിൻ്റെ ഭാഗമായിട്ടാണ് MLA-മാരെ വിലയ്ക്ക് വാങ്ങിയത്, സർക്കാരുകൾ അട്ടിമറിച്ചത്, MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റിയത്, സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്തത്. ഇതൊക്കെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി വാങ്ങിയ തുക കൊണ്ടാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ BJPയുടെ ഈ അഴിമതി വിരുദ്ധ മൂടുപടം തകർന്നു വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുഹൃത്തുക്കളെ, ഇത് ഈ വീഡിയോ തീരുന്നതിന് എനിക്കൊരു കാര്യം കൂടി എനിക്കൊന്ന് പറയാനുണ്ട്. ഇപ്പോൾ CPM ഇപ്പോൾ വലിയ ചാരിത്ര പ്രസംഗം നടത്തുന്നുണ്ട്. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലെ മാലാഖമാരാണ് തങ്ങൾ എന്ന് CPM അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കാൻ വേണ്ടി സുപ്രീം കോടതിയിലെത്തിയ 2-3 കക്ഷികളിൽ ഒരു കക്ഷി CPM ആയിരുന്നു. അതുകൊണ്ട് CPM വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇതിനകത്തെടുത്തു. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിനെതിരാണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് ഇടതുപക്ഷ അണികളോടും അനുഭാവികളോടും പറയാനുള്ളത്. CPM ഇതിലൊരു കക്ഷിയായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ CPM-ൻ്റെ നേതാക്കന്മാർക്ക് ബുദ്ധി കൂടുതലുണ്ടായിരുന്നതുകൊണ്ട് അവർ ഇലക്ട്രൽ ബോണ്ട് എടുത്തില്ല. ആ ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നതിന് പകരം എന്താ ചെയ്തത്? അവർ ഈ കുത്തകളിൽ നിന്ന് മേടിക്കാവുന്ന കള്ളപ്പണം ക്യാഷായി തന്നെ, പണമായി തന്നെ ഇങ്ങ് മേടിക്കായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ സാന്റിയാഗോ മാർട്ടിൻ്റെ നേരത്തുള്ള ഫ്യൂച്ചർ ട്രേഡിംഗ് കമ്പനിയെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഈ ഫ്യൂച്ചർ ട്രേഡിംഗ് കമ്പനികളിൽ നിന്നല്ലേ ഏതാണ്ട് ഒരു 10 പതിറ്റാണ്ടിന് മുമ്പ് EP ജയരാജൻ 2 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയത്. 2 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയത് ഓർമ്മയില്ലേ നമ്മൾ? അത് ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് കമ്പനിയിൽ നിന്നല്ലായിരുന്നോ? എന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ജഡ്ജ്മെൻറ്റിൽ വന്നതെന്താണ്? ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള കുത്തക കമ്പനികളിൽ നിന്ന് ശതകോടികൾ ക്യാഷായി തന്നെ CPM വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ CPM-ൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ബോണ്ട് വാങ്ങാതിരുന്നാൽ വലിയ അഴിമതി വിരുദ്ധ മാലാഖകളാകാം എന്നവർക്കറിയാമായിരുന്നു. പക്ഷേ അവർ ബോണ്ട് വാങ്ങിയില്ലെങ്കിലും ബോണ്ട് വാങ്ങുന്നതിന് പകരം കള്ളപ്പണം നേരിട്ട് വാങ്ങുന്ന പണിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന്, സാന്റാ മോണിക്കയിൽ നിന്ന്, ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന എന്താണ്, കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് പണം പോയിട്ടുണ്ടെന്നാണ്. അപ്പോൾ അവർ ഇതിൽ നിന്ന് മാറി നിന്നെങ്കിലും വലിയ അഴിമതി വിരുദ്ധ പോരാളികളായെങ്കിലും അവർ കള്ളപ്പണം നേരിട്ട് മേടിക്കുന്നൊരു പണിയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് ഇനി ഈ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
CPM-ന്റെ കേന്ദ്ര നേതാക്കളുടെയും CPM-ന്റെ സംസ്ഥാന നേതാക്കന്മാരുടെയും നിലപാടുകളും കൂടെ നമ്മളൊന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. CPM-ന്റെ കേന്ദ്ര നേതാക്കളും യെച്ചൂരിയുമൊക്കെ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ വളരെ വാചാലിതമായി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ എന്തെങ്കിലും ഒന്നും ഒഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ പിണറായി വിജയൻ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. കാരണം എന്താ? ഭയചകിതനാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് ഒന്നും പറയാത്തത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തോടു കൂടി തന്നെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി മോദി സർക്കാരിൻ്റെ പിടലിക്ക് പിടിച്ചിരിക്കുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് BJP ഗവൺമെൻറ്റിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് അങ്ങനെയെങ്കിൽ ഇതൊരു തനിയാവർത്തനമായിരിക്കും എന്ന് നമ്മൾ ഓർക്കുക. ഇത് തന്നെയായിരുന്നു UPA ഗവൺമെൻറ് കാര്യത്തിലും. UPA ഗവൺമെൻറ്റും ഏതാണ്ട് 9 വർഷം കഴിയുന്നതും വരെ അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്തൊരു സംവിധാനമായിരുന്നു. അവസാനത്തെ 10ാം വർഷമാണ് ഈ 2Gയും ഈ പറഞ്ഞതുപോലെ കൽക്കരി കുംഭകോണവും ഈ കോമൺവെൽത്ത് ഗെയിംസ് കുംഭകോണവുമൊക്കെ UPA ഗവൺമെൻറ്റിനെ ബാധിച്ചത് 10ാം വർഷമായിരുന്നു. അതുപോലെ തന്നെ മോദി സർക്കാർ 9 വർഷക്കാലം അഴിമതി വിരുദ്ധമായി പോയെങ്കിലും ഇപ്പോൾ പെട്ടെന്ന് തന്നെ കളങ്കിതമായൊരു സംവിധാനമായി ഈ മോദി സർക്കാർ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഏറ്റവും അവസാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള എന്തുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്ര കർശനമായ നിലപാട് ഈ വിഷയങ്ങളിൽ എടുക്കുന്നത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക, മൂന്നാമതൊരു തവണ കൂടി മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ മോദി സർക്കാർ സുപ്രീം കോടതിയുടെ മസ്തകത്തിന് അടിക്കും എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതിയെ ഡിസ്മാൻഡിൽ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ മോദി അടുത്ത തവണ കൂടി അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള ബുദ്ധി സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർക്കുള്ളത് കൊണ്ടാണ് മോദി സർക്കാരിൻ്റെ മസ്തകത്തിനുള്ള അടി അവർ കൊടുത്തു തുടങ്ങിയിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. അത് ഈ 5 അംഗ ബെഞ്ചിൻ്റെ പ്രതികരണത്തിൽ നിന്നൊക്കെ വളരെ പ്രസക്തമാണ്, വളരെ വളരെ പ്രകടമാണത്. കാരണം വളരെ ഈ പറഞ്ഞ പോലെ പരസ്പര പൂരകമായിട്ടാണ് ജഡ്ജിമാർ പ്രതികരിക്കുന്നത്. മുകുൾ റോത്തഗിയെയും ഹരീഷ് സാൽവെയും ഒക്കെ നിലയ്ക്ക് നിർത്തുന്നതിൽ ഈ 5 അംഗ ബെഞ്ച് മത്സരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അവരാലോചിച്ചുറച്ചാണ് ആ തീരുമാനത്തിലെത്തിയിരിക്കുന്നത്. അവർ BJP സർക്കാരിനെയും മോദി സർക്കാരിനെയും പെടലിക്ക് പിടിക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം സുപ്രീം കോടതിയുടെ തന്നെ നിലനിൽപ്പ് ഈ ഗവൺമെൻറ് ഒന്നുകൂടി അധികാരത്തിൽ വന്നാൽ അപകടത്തിലാകുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ പടയാളികളായിരുന്നു എന്ന് പറഞ്ഞ BJP ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും കളങ്കിതമായ ഒരു സംവിധാനമായി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി എടുത്തിട്ടുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ആർജവത്തോടുകൂടിയുള്ള സ്ഥൈര്യത്തോടുകൂടിയുള്ള ഒരു നിലപാടാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.